ഹലോ ഫ്രണ്ട്സ്, പാറൂസാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മയിലെ ചേച്ചിമാർ ഇവിടെ ഉണ്ട്. അപ്പം ഞാനത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഹരിതകർമ്മയിൽ ചേച്ചിമാരെ കഷ്ടപ്പാട്. ഓക്കെ, കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഓരോ ദിവസം വേസ്റ്റ് കളയുന്നുണ്ടല്ലേ, വേസ്റ്റ് കളയുന്ന കവറുകളൊക്കെ ഉണ്ടോ. ഇതെല്ലാം അവർ ഓരോന്ന് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണം. അപ്പോൾ അതെ കവറുകൾ മാറ്റിക്കണമെന്നുണ്ടോ. ചെറിയനത്തെയാണ് കണ്ട കവറൊക്കെ മാറ്റുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ട പണിയാണെന്ന് വെച്ചാൽ നമ്മൾ കവറുകൾ തിരിച്ച് വെക്കാൻ നോക്കുക. മനസ്സിലായോ? പാലിൻ്റെ കവറ് വേറെ, അല്ലെങ്കിൽ എന്താ പറയുക, എണ്ണയുടെ കവറ് വേറെ, എല്ലാം വെക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളതൊക്കെ ചെയ്തെങ്കിലാണ് അവർക്കും ഒരു ഇതുണ്ടാവുള്ളൂ. അവർ എത്ര നേരമായിട്ട് ചെയ്യുന്നത്? ഇത്ത കുറേ നേരമായില്ലേ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? അതെ. എന്തൊക്കെയാണ് ഇവിടെ പരിപാടി എന്ന് പറഞ്ഞുതരാമോ? ഇത് ഹരിതകർമ്മസേനയുടെ കുറേ പ്ലാസ്റ്റിക് ഉണ്ട്. വീടുകളിൽ നിന്ന് 50 രൂപ മേടിക്കുന്നത്. ഇത് 7 കൂട്ടം 8 കൂട്ടൊക്കെ ആക്കി തിരിഞ്ഞ്. അപ്പോൾ ഈ വീട്ടുകാർ അത് ചെയ്തു തരില്ലേ? വീട്ടുകാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അവരോട് പറയണല്ലോ, അവരോട് പറയണ്ടേ, നിങ്ങൾ കവറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് തരാൻ പറയണ്ടേ? പക്ഷെ നമ്മൾ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ 7 കൂട്ടം നാട്ടിൽ പറ്റൂരില്ല. ഓക്കെ, പൈസയൊക്കെ തരുന്നുണ്ടോ അവർ കറക്റ്റായിട്ട്? കുഴപ്പമില്ല. ഇല്ല അല്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക്, ഈ കുപ്പികളൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യും? ഇതെല്ലാം കെട്ടിവിടും പഞ്ചായത്ത്. വേറെ ആക്കി കൊടുത്ത് പഞ്ചായത്ത് അത് ലോഡ് കയറി. ഇതൊക്കെ ഒരു മാസത്തേക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളാണോ? 1 മാസത്തേക്ക്. കണ്ടോ, ഇത്രയും സാധനങ്ങളാണ്. കണ്ടോ, ഒരു മാസം അവർ എത്ര ദിവസം നെയ്ത്താ പോകും ഫീൽഡിലൊരു 12 ദിവസമൊക്കെ ഫീൽഡിൽ കയറും. ഒരു 7 ദിവസം കൊണ്ട് തിരിയണം. ഓക്കെ, കണ്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കവറുകൾ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക. മനസ്സിലായോ? പ്ലാസ്റ്റിക് കവർ കൊടുക്കുമ്പോൾ എണ്ണയുടെ കവറും അതുപോലെ തന്നെ എണ്ണയുടെ കവറ്, അതുപോലെ പാലിൻ്റെ കവറൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട്, ആ പാലിൻ്റെ കവറും മോരിൻ്റെ കവറൊക്കെ ഒന്ന് കഴുകിയിട്ട് മാറ്റുക. അതുപോലെ ബോട്ടിലുകളുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. പിന്നെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. പൊട്ടണ കുപ്പികൾ അതൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ ഓരോ മാസങ്ങളുണ്ട്. അപ്പോൾ അവർ പറയും ഇന്ന മാസം തുണികൾ എടുക്കാൻ വരും, അതുപോലെ ഇന്ന മാസം കുപ്പികൾ എടുക്കാൻ വരും, കുപ്പിച്ചില്ലെടുക്കാൻ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മളെ വീട്ടിലല്ലേ നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അവരെ കഷ്ടപ്പാട് നോക്കണം. അവർ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവരൊക്കെ കയ്യിൽ നോക്കാം, അവർ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്രത്തോളം വേസ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ വേസ്റ്റുകളൊക്കെ അവർ എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായോ? കണ്ടോ, ഇതൊക്കെ ചോന്നിട്ട് പോണ മുകളിലാണ്, ഇത് ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ ക്ലീൻ ചെയ്യും. അപ്പോൾ എത്ര കഷ്ടപ്പാടുണ്ടെന്നറിയാം. അപ്പോൾ എന്താ വേണ്ടത്, നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. മനസ്സിലായോ? ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ പാലിൻ്റെ കവറ് വേറെ ഇടും, എണ്ണയുടെ കവറ് വേറെ ഇടും. ഓക്കെ.